മനസ്സിന് നമസ്കാരം. യുഗങ്ങളുടെ ആരംഭത്തിൽ ദൈവപിതാവിന്റെ മനസ്സിൽ ഇതിൽ വിരിഞ്ഞ സുന്ദര സങ്കല്പമാണ് കുടുംബം. കാരണം സൃഷ്ടിക്ക് രൂപം കൊടുത്തത് ത്രിയേക ദൈവമാണ്. അവിടുന്ന് അരുളി, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അവിടുന്ന് അവരെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു. അങ്ങനെ ഭൂമിയിലെ ആദ്യ കുടുംബം പർദീസായിൽ വിടർന്നു. ദൈവം അവരെ നോക്കി മൊഴിഞ്ഞു, വളരെ നന്നായിരിക്കുന്നു. കുടുംബമാണ് സമൂഹത്തിന്റെ ആധാരവും അടിസ്ഥാനവും ആണിക്കല്ലും. ചാവറ പിതാവിന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കുടുംബ ദർശനങ്ങളെ ഏറ്റവും അധികം അപഗ്രഥിച്ച പ്രവാചകനായി നമുക്ക് അദ്ദേഹത്തെ കാണാൻ കഴിയും. കുടുംബത്തെക്കുറിച്ചുള്ള ധ്യാന നിമിഷങ്ങളിൽ അദ്ദേഹം കുറിച്ചുവെച്ചു, നല്ല ക്രിസ്ത്യാനി കുടുംബം ആകാശമോക്ഷത്തിന് സമാനമാകുന്നു. ചിന്തകളുടെ നൂലെടുപ്പമാണ് ബന്ധങ്ങളെ ചന്തമുള്ളതാക്കുന്നത്. കുടുംബങ്ങളിൽ അപ്പന്റെ ചിന്തയുടെ ദിശയറിഞ്ഞ് അമ്മയും മക്കളും ഒന്നിച്ചു നീങ്ങുമ്പോൾ അവിടെ ദൈവികത പൂത്തുലയും. ഗാർഹിക സഭയായ കുടുംബങ്ങളിലൂടെ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടുകയും വളർന്ന് വികസിക്കുകയും ചെയ്യുന്നു. ചാവറ പിതാവിന്റെ മനസ്സിൽ 1000 വർണ്ണങ്ങളിൽ വിരിഞ്ഞ സ്വപ്നമാണിത്. കുടുംബത്തിന്റെ പാവനമായ അന്തരീക്ഷത്തെ മലിനമാക്കുന്ന വിമർശനങ്ങൾ ഒഴിവാക്കണമെന്ന് ചാവറ പിതാവ് നമ്മെ സ്നേഹപൂർവ്വം ഉപദേശിക്കുന്നുണ്ട്. അന്യർക്ക് ഒരു ഉപകാരവും ചെയ്യാത്ത ദിവസം ആയുസിന്റെ ദിവസങ്ങളുടെ കണക്കിൽ കൂട്ടുന്നതല്ല എന്ന അദ്ദേഹത്തിന്റെ പ്രഖ്യാപനത്തിൽ സുവിശേഷത്തിന്റെ ചൈതന്യം 7 അഴകോടെ വിരിഞ്ഞ് സൗരഭ്യം പരത്തുന്നു. ക്രിസ്തീയ കുടുംബങ്ങളിൽ പ്രാർത്ഥനയുടെ താളക്രമം ഉണ്ടായിരിക്കണമെന്ന് അദ്ദേഹം നമ്മെ സ്നേഹപൂർവ്വം നിർബന്ധിക്കുന്നു. മക്കൾ സർവേശ്വരൻ തമ്പുരാൻ നമ്മുടെ കൈകളിൽ സൂക്ഷിക്കാനായി ഏൽപ്പിച്ചിരിക്കുന്ന നിക്ഷേപമാണ്. ശരീരത്തിനടുത്ത് ഭക്ഷണം കൊടുക്കാൻ മാതാപിതാക്കൾ മറക്കാറില്ല. എന്നാൽ ചാവറ പിതാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ആത്മാവിന്റെ ഭക്ഷണം കൂടി കൊടുക്കാനും പ്രാർത്ഥനകൾ പഠിപ്പിക്കാനും മറക്കരുതെന്ന്. ശിശുപീഡനത്തിന്റെയും സ്ത്രീ പീഡനത്തിന്റെയും കഥകൾ നിറയുന്ന ഈ കാലഘട്ടത്തിന് വേണ്ടി അദ്ദേഹം കുറിച്ചു വച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്: കുട്ടികളെ മറ്റു വീടുകളിൽ താമസിപ്പിക്കരുത്. എന്തെന്നാൽ പലപ്പോഴും അവർ മാലാഖമാരായി പോവുകയും പിശാചുക്കളായി പിന്തിരിയുകയും ചെയ്യുന്നു. അതിനാൽ ചാവറ പിതാവിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാൽ ഈ കാലഘട്ടത്തിലെ പല പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമെന്ന് നാം തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, കുടുംബ സമുദ്ധാരകനായ വിശുദ്ധ ചാവറ പിതാവിന്റെ നിർദ്ദേശങ്ങൾ നമുക്ക് അനുസരിക്കാം. അദ്ദേഹം നമുക്ക് തന്ന നന്മയുടെ വിത്തുകളെ നമുക്ക് നട്ടുവളർത്താമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്.